അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സഖാവ് VF അച്യുതാനന്ദൻ അന്തരിക്കുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ വാസത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം. എനിക്ക് ആകെപ്പാടെ വിഷമത്തിലായിരുന്നു ഞാൻ ആ സമയത്തല്ല. കാരണം അദ്ദേഹത്തിന് 101 വയസ്സിന് മുകളിലുണ്ട്. ഈ പ്രായത്തിൽ അദ്ദേഹത്തെ ഇട്ടിങ്ങനെ നരയിപ്പിക്കരുത് എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ സമയത്ത് ഇത് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയമൊക്കെ ഞാൻ വീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേൾക്കുമ്പം എനിക്ക് കൃഷ്ണപിള്ളയോ EMF നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടമൊന്നും അത്ര മേൽ ഓർമ്മയില്ല. അതുപോലെ AKG ഇവരൊക്കെ ഉണ്ടായിരുന്നു, ഇവരൊക്കെ വലിയ നേതാക്കന്മാരായിരുന്നു എന്നൊക്കെ അറിയാം. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഞാൻ കാണുന്നത് VF അച്യുതാനന്ദൻ, EK നായനാർ എന്ന ഈ നേതാക്കന്മാരെയായിരുന്നു. ഇടതുപക്ഷം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഈ നേതാക്കന്മാരെയൊക്കെ ഓർമ്മ വരുന്നത്. അപ്പം ഈ നേതാക്കന്മാരിലൂടെയാണ് പ്രത്യേകിച്ച് VF അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഉയർച്ചയും താഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ജനങ്ങളുമായിട്ട് ചേർന്നാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ആദ്യകാലത്ത് VF-ഉമായിട്ട് ബന്ധപ്പെട്ട പല കഥകളും നമ്മൾ കേൾക്കാം. അടിയുറച്ച സംഘാടകനായിരുന്നു. ജനങ്ങളോടൊന്നും അത്ര ഇടപഴകുന്ന രീതിയിലുള്ള സംസാര രീതിയൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അത്രമേൽ ഇഷ്ടപ്പെടാത്ത പ്രസംഗങ്ങൾ തന്നെയായിരുന്നു. പാർട്ടിക്കാരുടെ രീതിയിൽ പാർട്ടി ക്ലാസ് എടുക്കുന്ന പോലെ അദ്ദേഹം സംസാരിച്ചു. ജനകീയനല്ലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇത്രമേൽ ജനകീയനായ ഒരു നേതാവ് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയൊന്നും മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ VF അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം ചില്ലറയൊന്നുമല്ല. VF അച്യുതാനന്ദൻ വാക്കുകൾക്കൊരു പ്രത്യേകത. ഏത് കാര്യത്തിനും VF-ൻ്റെ വാക്കുകൾ ചെവി ഓർക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു. VF ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സത്യം ഉണ്ടാകുമെന്ന് ജനങ്ങൾക്കൊരു തോന്നൽ. അതുതന്നെ രാഷ്ട്രീയ സമയത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ്. കാരണം ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്ന ഒരു കാലത്താണ് നമ്മൾ വസിക്കുന്നത്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ. ആ സമയത്ത് തൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെയാണ് VF അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനിൽ ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ അടിയുറച്ച ഇടതുപക്ഷ ചിന്താഗതിക്കാരനൊന്നുമല്ല. സാഹചര്യത്തിനനുസരിച്ച് എൻ്റെ വോട്ട് വളരെ വേഗം മാറിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം സാഹചര്യവും അതിൻ്റെ സന്ദർഭവും അനുസരിച്ച് നമ്മളെ രാഷ്ട്രീയം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ വിരോധമോ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിമയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയൊന്നുമല്ല ഞാൻ. പക്ഷേ VF അച്യുതാനന്ദൻ എന്നും എനിക്കൊരു എന്താ പറയുന്നത് എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും നമ്മൾ നോക്കിക്കാണുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രവിക്കുന്നത് എന്ന് പറയുന്നത് ആത്മാർത്ഥതയുടെ ഒരു അടയാളം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. ഈ മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ ഈ വനമേഖലയിലെ ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളിൽ അദ്ദേഹം എടുത്തേക്കുന്ന ചില നിലപാടുകളുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പുള്ളിക്ക് എതിരായിട്ട് വന്നപ്പോഴും തൻ്റെ നിലപാടിൽ അടിയുറച്ച് നിൽക്കുവാൻ VF എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പലതവണ പാർട്ടി തരം താഴ്ത്തുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടൊന്നും അദ്ദേഹത്തെ തിരുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. VF അച്യുതാനന്ദൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനുപരി ഒരു ജനങ്ങളുടെ ഹീറോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഹീറോ ആകാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 70 വയസ്സ് 80 വയസ്സൊക്കെ കാലഘട്ടത്തിലാണ് അദ്ദേഹം അത്രയ്ക്ക് ജനകീയനാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുന്നത് വേദന നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. അന്നു മുതൽ
പാർട്ടി സംവിധാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു VF അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ പല കമൻറ്റുകളും വന്നിട്ടുണ്ട്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും രേഖപ്പെടുത്തിയത്. പലപ്പോഴും നമുക്ക് സത്യമായിട്ട് തോന്നും, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം എന്ന് VFനെ നോക്കി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ നേതാക്കന്മാരെയൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ VFനേക്കാൾ എത്രയോ താഴെയാണ് ഇപ്പോഴത്തെ പല നേതാക്കന്മാരും. VFനുമായിട്ട് ചേർന്ന് നിർത്താൻ ഒരു നേതാവിനും കഴിയില്ല എന്നുള്ളതാണ് VFൻ്റെ മഹത്വം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. VF അച്യുതാനന്ദൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് പലപ്പോഴും നമ്മൾ കലഹിച്ചിട്ടുണ്ട്, പലപ്പോഴും വോട്ടൊക്കെ മാറിക്കുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ പലരും വന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ട്. ഭയങ്കര സ്റ്റൈലൻ പ്രസംഗമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ, പക്ഷേ ജനങ്ങളെ ആവേശത്തിൽ കൊള്ളിക്കുന്ന ഏതെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കാണുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നീട്ടലും കുറുക്കലുമൊക്കെ ആദ്യ സമയത്ത് ഭയങ്കര അരോചകമായിട്ട് പലരും പറഞ്ഞെങ്കിൽ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് അത് കയറിപ്പറ്റി. അതാണ് VF അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിഴകി പ്രവർത്തിച്ചു എന്നൊക്കെ പറയും. ജനക്കൂട്ടത്തിൽ ഒരാളായി മാറും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ പത്രസമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. VFന് വേണ്ടി ജയ് വിളിക്കുവാനും അദ്ദേഹത്തിന് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു നല്ലൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു. ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അടിയുറച്ച സംഘടന തത്വത്തിൽ അടിസ്ഥാനമായൊരു ഇതാണ്. കാരണം പാർട്ടിയാണ് വലുത്, വ്യക്തികൾ അതിന് മുകളിലല്ല എന്ന് വിശ്വസിക്കുന്നവർ തന്നെ. പക്ഷേ പലപ്പോഴും VF അച്യുതാനന്ദൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് മുകളിലായിരുന്നു എപ്പോഴും ജീവിച്ചിരുന്നത്, എപ്പോഴും ജനങ്ങൾ കണ്ടിരുന്നത്. പാർട്ടിയെ എതിർക്കുവാണെങ്കിലും VF എന്ന് പറയുന്ന വ്യക്തിക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല മഹത്വമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഭരണം പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പരിധി അന്ന് വോട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അത് തന്നെയാകാം VFനെ മുൻനിർത്തി തന്നെയായിരുന്നു അന്ന് മനസ്സിലാക്കുക. അതിനുശേഷമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മാറുന്നത്. അപ്പം VF എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും കേരളത്തിൻ്റെ ഒരു കാവലാളായിരുന്നു VF അച്യുതാനന്ദൻ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം എന്ത് പരിസ്ഥിതി ആയിക്കോട്ടെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചായിക്കോട്ടെ, എന്ത് പ്രശ്നം വന്നാലും ഈ കള്ളന്മാർക്ക് അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നവർക്ക് VF ഉള്ളിടത്തോളം കാലം അവർക്ക് നല്ല കാലമല്ലായിരുന്നു. അത് സ്വന്തം പാർട്ടിയിലായിക്കോട്ടെ എതിർ പാർട്ടിയിലായിക്കോട്ടെ, VF അതിനെയെല്ലാം ചോദ്യം ചെയ്യും. കർശനമായ നിലപാട്, വേണ്ടി വന്ന കോടതിയിൽ പോയി അതിനെ ചോദ്യം ചെയ്യും. അത് പാർട്ടിയൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. അങ്ങനെ ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിന് പകരം വെക്കാൻ വേറൊരു നേതാവില്ല. നമ്മൾ പലപ്പോഴും പറയും ഈ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുമെന്നൊക്കെ പല നേതാക്കന്മാരെ പറ്റി പറയും. അത് പലപ്പോഴും ഭംഗിവാക്കാകാനാണ് സാധ്യത. കാരണം ആ നേതാവിനോടുള്ള ഇഷ്ടം കൊണ്ട് അണികൾ പറഞ്ഞുണ്ടാക്കുന്ന ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറയും. പക്ഷെ VF എന്ന് പറയുന്ന ഒരു വികാരം, അത് കേരള ജനതയുള്ളിടത്തോളം കാലം അതൊരു എന്താ പറയുന്നത്, അവരുടെ മനസ്സിൽ ജീവിക്കും എന്ന് 100% ഉറപ്പാണ്. അങ്ങനെ കേരളത്തിന് അപൂർവമായി കിട്ടുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ് VF അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരൻ. ഈ ആൾക്കാർ പറയുന്നത് പോലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നെനിക്കറിയില്ല. ഇപ്പോഴത്തെ നോട്ടത്തിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയുമില്ല. കാരണം കാലം മാറിയപ്പോൾ പാർട്ടിയും മാറി, നേതാക്കന്മാരും മാറി. പക്ഷേ ഇത്രയും നാളും VFന് മാത്രം യാതൊരു മാറ്റമില്ലായിരുന്നു. അദ്ദേഹം നമ്മളിലൂടെ വീണ്ടും ജീവിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ
അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാവിധ നിത്യശാന്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.